ചരമോപചാരം. ഓർഡർ. ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ 14ാമത് പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് 2024 ഡിസംബർ 26 അന്തരിച്ചു. ലോകത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. 1936 സെപ്റ്റംബർ 26 അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഗുർമൂഖ് സിംഗിൻ്റെയും അമൃത് കൗറിൻ്റെയും മകനായി മൻമോഹൻ സിംഗ് ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അമൃത്സർ ഹിന്ദി കോളേജിലായിരുന്നു പഠനം. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും കാംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഓണേഴ്സ് ബിരുദവും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും നേടി. സാമ്പത്തിക വിദഗ്ധൻ, അക്കാദമിക് പണ്ഡിതൻ, ഉന്നത ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയ നേതാവ് തുടങ്ങിയ മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചു. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെയും പ്രശസ്തമായ ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെയും ഫാക്കൽറ്റിയിൽ ചെലവഴിച്ചു വർഷങ്ങൾ ഡോക്ടർ സിംഗിൻ്റെയും അക്കാദമിക് യോഗ്യതകൾ ശക്തിപ്പെടുത്തി. 1966-69 കാലയളവിൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്രട്ടേറിയറ്റിലും തുടർന്ന് ഇന്ത്യയുടെ ധനകാര്യ വിദേശകാര്യ മന്ത്രാലയത്തിലും അദ്ദേഹം ഉന്നത പദവികൾ വഹിച്ചു. തുടർന്ന് RBI ഗവർണർ, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, ജനീവയിലെ സൗത്ത് കമ്മീഷൻ സെക്രട്ടറി ജനറൽ, പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ്, UGC ചെയർമാൻ എന്നീ നിലകളിലും പ്രശംസ പിടിച്ചുപറ്റി. നിരവധി അന്താരാഷ്ട്ര കോൺഫറൻസുകളിലും അന്താരാഷ്ട്ര സംഘടനകളിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം സൈപ്രസിൽ നടന്ന കോമൺവെൽത്ത് ഗവൺമെൻറ് മേധാവികളുടെ യോഗത്തിലേക്കും 1993 വെന്നയിൽ നടന്ന ലോക മനുഷ്യാവകാശ സമ്മേളനത്തിലേക്കും ഇന്ത്യൻ സംഘത്തെ ഇദ്ദേഹം നയിച്ചു. RBI ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തുന്നത്. 1991 രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ധനകാര്യമന്ത്രി പദം അദ്ദേഹത്തെ തേടിയെത്തി. രാജ്യത്ത് സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിച്ച ധനകാര്യമന്ത്രി എന്ന നിലയിലും മൻമോഹൻ സിംഗ് കാലം അടയാളപ്പെടുത്തുക. 1991 നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു. അദ്ദേഹം പുത്തൻ സാമ്പത്തിക നയങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ 3 ആശയങ്ങളിലൂടെ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി. 2004 ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ UPA സഖ്യം അധികാരത്തിലെത്തിയപ്പോൾ മൻമോഹൻ സിംഗിനെയാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് നിയോഗിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യസുരക്ഷാ പദ്ധതി, വിവരാവകാശ നിയമം തുടങ്ങി ഒട്ടേറെ ക്ഷേമ പരിപാടികൾ മൻമോഹൻ സിംഗ് മന്ത്രിസഭ ആവിഷ്കരിച്ചു. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് ശക്തി കൂടിയാണ് അദ്ദേഹം. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ കൊടുമ്പിരി കൊണ്ട കാലത്ത് ഊഷ്മളമായ വിദേശ ബന്ധം ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ സൂക്ഷിച്ച് മൻമോഹൻ സിംഗ് അമേരിക്കയുമായി ആണവ കരാർ ഏർപ്പെട്ടതോടെ ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ധനമന്ത്രിയായും പ്രധാനമന്ത്രിയായും രാഷ്ട്ര നിർമ്മാണത്തിന് മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വൈദഗ്ധ്യത്തിന് അപ്പുറമാണ്. സൗകര്യം കാത്തുസൂക്ഷിക്കുമ്പോഴും തീരുമാനങ്ങൾ കാർക്കശ്യം അദ്ദേഹം പുലർത്തി. ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ള മൻമോഹൻ സിംഗിനെ 1987 ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ അദ്ദേഹത്തിന് ഓണററി ബിരുദങ്ങൾ നൽകി ആദരിച്ചു. നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ്. 1998 മുതൽ 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രഗത്ഭനായ ഈ ധനകാര്യ വിദഗ്ധനെയും നിശ്ചയദാർഢ്യമുള്ള രാഷ്ട്രതന്ത്രജ്ഞനെയുമാണ് മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. സർ, അങ്ങയുടെ വാക്കുകളോട് പൂർണ്ണമായി യോജിക്കുന്നു. 2024 ഡിസംബർ 26 അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിന് പുറമെ അന്താരാഷ്ട്ര പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ, മാതൃകാ അധ്യാപകൻ, പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ, രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി എന്നിങ്ങനെ പല നിലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. ഒരു സാധാരണ ഗ്രാമീണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം സ്വന്തം ധിഷ്ണയുടെ ബലത്തിലാണ് പ്രശസ്തമായ കാംബ്രിഡ്ജ് സർവകലാശാലയിൽ IMD ലിറ്റിൽ എന്ന വിഖ്യാത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ വിദ്യാർത്ഥിയായി തൻ്റെ ഗവേഷണ പ്രബന്ധം പൂർത്തിയാക്കിയത്. കയറ്റുമതിക്ക് ഊന്നൽ നൽകുന്ന ഒരു സാമ്പത്തിക നയം വേണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിലെ പ്രമേയം. സ്വാതന്ത്ര്യം നേടിയ ശേഷം രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന
ജവഹർലാൽ നെഹ്റുവിൻ്റെ കീഴിൽ അടിസ്ഥാന ഘനവ്യവസായങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഉദ്യമങ്ങൾക്കാണ് ഇന്ത്യയിലെ ആസൂത്രണ പ്രക്രിയ പ്രാമുഖ്യം നൽകിയത്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലെ അഭിപ്രായമാകട്ടെ തൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ എന്ന പോലെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും കയറ്റുമതിയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക നയം സ്വീകരിക്കണമെന്നായിരുന്നു. ഗവേഷണം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗ് പഞ്ചാബ് സർവകലാശാലയിലും പിന്നീട് പ്രൊഫസർ കെ എൻ രാജനൊപ്പം ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലും അധ്യാപകനായി. അക്കാദമിക മേഖലയിൽ നല്ല രീതിയിൽ ശോഭിക്കുമ്പോഴാണ് അദ്ദേഹം അന്താരാഷ്ട്ര സംഘടനകളിലും പിന്നീട് ഇന്ത്യൻ സർക്കാരിലും സാമ്പത്തിക നയരൂപീകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗങ്ങൾ സ്വീകരിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക നയരൂപീകരണത്തിൽ കാതലായ പങ്കുവഹിക്കുന്ന എല്ലാ പദവികളും വഹിച്ച മറ്റൊരു വ്യക്തി ഇല്ലെന്ന് തന്നെ പറയാം. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി, റിസർവ് ബാങ്ക് ഗവർണർ, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, പ്രധാനമന്ത്രി ചന്ദ്രശേഖരൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, PV നരസിംഹറാവു മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി എന്നിങ്ങനെ എല്ലാ സുപ്രധാന ചുമതലകളും ഡോക്ടർ മൻമോഹൻ സിംഗ് നിർവഹിച്ചു. 1980കളുടെ അവസാന ഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് സൗത്ത് കമ്മീഷൻ്റെ സെക്രട്ടറി ജനറലായും സേവനമനുഷ്ഠിച്ചു. 1991 രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയാകുന്നതിന് തൊട്ടു മുൻപ് കുറച്ചു കാലം ഡോക്ടർ മൻമോഹൻ സിംഗ് UGC ചെയർമാൻ എന്ന ചുമതലയും വഹിച്ചിരുന്നു. രാജ്യത്തിൻ്റെ ധനമന്ത്രിയായി നിയോഗിക്കപ്പെട്ടതിനാൽ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം പ്രയോജനപ്പെടുത്താനുള്ള അവസരം നഷ്ടപ്പെട്ടുവെന്ന് വേണമെങ്കിൽ പറയാം. 2004 പൊതുതെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ വോട്ടർമാർ ഇന്ത്യ തിളങ്ങുന്നുവെന്ന മുദ്രാവാക്യത്തിൽ ആകൃഷ്ടരാകാതെ അന്നത്തെ ഭരണകക്ഷിയെ അധികാരത്തിൽ നിന്ന് മാറ്റിയപ്പോൾ ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന ഒന്നാം UPA സർക്കാരിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ നിയുക്തനായത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ആ സർക്കാർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം തുടങ്ങി നിരവധി ശ്രദ്ധേയമായ കാൽവെപ്പുകൾ നടത്തുകയുണ്ടായി. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും അദ്ദേഹം നേതൃത്വം നൽകിയ UPA സർക്കാരിൻ്റെയും ചില നയങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. എന്നിരിക്കലും ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് അദ്ദേഹമെടുത്ത നിലപാടുകൾ പ്രശംസനീയമാണ്. മതനിരപേക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പ്രതിഭാശാലിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, സൗമ്യനും നിശ്ചയദാർഢ്യമുള്ളവനുമായ ദേശസ്നേഹി എന്നിങ്ങനെ പൊതുമണ്ഡലത്തിൽ ശോഭിച്ച അനിതരസാധാരണനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടും ആദരിക്കുന്നവരോടും അനുശോചനം അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. സർ, നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു പ്രധാനമന്ത്രിയാണ് കടന്നുപോയത്. ലോകം മുഴുവൻ ആദരിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, ധനകാര്യമന്ത്രിയായി പിന്നീട് 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയത്താണ് രാജ്യത്ത് അതുവരെ നിലനിന്നിരുന്ന സാമ്പത്തിക രീതികൾക്ക് മാറ്റമുണ്ടാക്കിക്കൊണ്ട് എക്കണോമിക് റീഫോംസ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ അദ്ദേഹം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. കുറേ വിമർശനങ്ങളുണ്ടായി. കാരണം അതുവരെ സഞ്ചരിച്ചിരുന്ന പാതയിൽ നിന്നും വ്യത്യസ്തമായൊരു പാതയിലേക്കാണ് മാറിയത്. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയായി. ഒരു ഗ്ലോബൽ വില്ലേജായി ലോകം മുഴുവൻ മാറുന്ന അവസരത്തിൽ ആ ലോക സാമ്പത്തിക ക്രമങ്ങളുടെ മാറ്റത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളേണ്ട ആവശ്യം നമുക്കന്നുണ്ടായിരുന്നു. എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്. സർ, ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ ഖജനാവ് നിറഞ്ഞു. നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി 150% വർദ്ധിച്ചു, നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിച്ചു, നമ്മുടെ നികുതി വരുമാനം മൊത്തമായി വർദ്ധിച്ചു. രാജ്യത്ത് ധനമുണ്ടായി, രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു, ഒരുപാട് അതുവരെ ഇല്ലാതിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഖജനാവ് നിറഞ്ഞപ്പോൾ ആ പണം എന്തു ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്
സമ്പത്തിൻ്റെ നീതിപൂർവമായ പുനർവിതരണം എന്നുള്ള തത്വം അദ്ദേഹം മുൻകൈയെടുത്ത് നടപ്പാക്കിയത്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2004 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആ മാനിഫെസ്റ്റോയിൽ, കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അദ്ദേഹം നടപ്പിലാക്കി ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവൻ്റെ വീടുകളിൽ തീ പുകയ്ക്കാനുള്ള അവസരമുണ്ടാക്കിയത്. സാർ, ആ പണം അതിനുവേണ്ടി മാത്രമല്ല, നാഷണൽ റൂറൽ ഹെൽത്ത് പ്രോഗ്രാം, ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ ആശുപത്രികൾ, ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങി. റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന് ഒരുപാട് വിദ്യാലയങ്ങൾ, അധ്യാപകരുടെ ക്രിയേഷൻ ഓഫ് പോസ്റ്റ്, ഇതെല്ലാം അദ്ദേഹം ഉണ്ടാക്കി. കാർഷിക മേഖല പ്രതിസന്ധി നേരിട്ടപ്പോൾ 72,000 കോടി രൂപ കാർഷിക കടം എഴുതിത്തള്ളി വിപ്ലവകരമായൊരു തീരുമാനം അദ്ദേഹം എല്ലാം എടുത്തു. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവന്ന് ജനാധിപത്യത്തിൻ്റെ ആ മഹത്വം ഒന്നുകൂടി അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. നമുക്കറിയാം, അദ്ദേഹം ഈ 2008 ഗ്ലോബൽ റിസഷൻ ഉണ്ടായപ്പോൾ ലോകം മുഴുവൻ തകർന്ന് തരിപ്പണമായി. ലോകത്തിലെ വലിയ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തകർന്നു തരിപ്പണമായ ഘട്ടത്തിൽ അടിപതറാതെ ലോകത്തെ ഏറ്റവും മനോഹരമായി ഈ ഗ്ലോബൽ റിസഷനെ നേരിട്ട ലോകത്തിലെ ഒന്നാമത്തെ രാജ്യം ഇന്ത്യയായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. G20 രാജ്യങ്ങളുടെ യോഗത്തിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചത്. ആ ഗ്ലോബൽ റിസഷനെ ഏറ്റവും ബുദ്ധിപൂർവ്വം മറികടന്ന ഒന്നാമത്തെ രാജ്യമാക്കി അദ്ദേഹം ഇന്ത്യയെ മാറ്റി. സർ, അദ്ദേഹത്തിൻ്റെ വലങ്കൈയായിരുന്ന, എന്നും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന മൊണ്ടേക് സിംഗ് അലുവാലിയ ബാക്ക് സ്റ്റേജ് എന്നുള്ളൊരു മനോഹരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. 10 വർഷത്തെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ നേരം ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഇനി തുടരുന്നില്ല. അദ്ദേഹം മൊണ്ടേക് സിംഗിനെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ കുറേ കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. രാജ്യത്തിന് അനിവാര്യമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. താങ്കൾ എനിക്കതൊരു കുറിപ്പായി, ഒരു നോട്ടായി അത് എഴുതി തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം എഴുതി കൊടുത്തു. പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ഡിന്നറിൽ വെച്ച് ഒരു കൂടി കണ്ടപ്പോൾ മൊണ്ടേക് സിംഗ് അലുവാലിയെ ചോദിച്ചു, എന്തിനാണ് അങ്ങ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നോട് എഴുതി വാങ്ങിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, പുതിയ ഭരണാധികാരിക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. സാർ, ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മളാരും ഒരുപക്ഷെ ചെയ്യാത്ത ഒരു കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നാലെ വരുന്ന ഭരണാധികാരിക്ക് കൈമാറാനുള്ള ആ വിശാലമായ ഒരു മനസ്സ് നമ്മളെല്ലാം വിസ്മയപ്പെടുത്തുന്നൊരു മനസ്സാണ്. എല്ലാത്തിലും ഉപരിയായി രാജ്യസ്നേഹവും ഈ രാജ്യത്തോടുള്ള കൂറും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, രാജ്യത്തിൻ്റെ ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, രാജ്യത്തിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, രാജ്യത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ, സങ്കടങ്ങൾ മാറ്റാൻ, വിഷമങ്ങൾ മാറ്റാൻ, അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും എല്ലാവരോടും ഉള്ള അവരുടെ വേദനയിൽ ഞാനും എൻ്റെ പാർട്ടിയും പങ്കുചേരും. സർ, ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യത്തെ 10 വർഷം പ്രധാനമന്ത്രിയായി ഭരണം നടത്തിയാണ്. അതിനു മുമ്പ് അദ്ദേഹം നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്നു 91 മുതൽ 96 വരെ. ഡോക്ടർ മൻമോഹൻ സിംഗിനെക്കുറിച്ച് അങ്ങും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. അധ്യാപകരെന്ന നിലയിൽ, ഗവേഷകരെന്ന നിലയിൽ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ വിവിധങ്ങളായ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. UGCയുടെ ചെയർമാനായിരുന്നു, RBIയുടെ ഗവർണറായിരുന്നു. അതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ 91 മുതൽ നടപ്പാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം നടപ്പാക്കിയ സ്വകാര്യവൽക്കരണ, ഉദാരവൽക്കരണ, ആഗോളവൽക്കരണ നയങ്ങൾ, തീർച്ചയായും അതിനെക്കുറിച്ചുള്ള ഏറെ വിമർശനങ്ങൾ അന്നും ഇന്നും നിലനിൽക്കുന്നു എന്നൊരു വസ്തുതയാണ്. പക്ഷെ അത് നടപ്പാക്കിയപ്പോൾ രാജ്യത്തിന് മറ്റൊരു പുറത്തുണ്ടായിട്ടുള്ള ചില നേട്ടങ്ങളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു. പക്ഷേ അത് തികഞ്ഞ
ഒരു സാമ്പത്തിക നയം എന്ന നിലയിലെടുത്താൽ മുതലാളിത്ത സാമ്പത്തിക നയമാണ് അന്ന് നടപ്പാക്കിയതെന്ന് നമുക്കറിയാം. അന്ന് രാജ്യത്തിന് ചിലപ്പോൾ അത് ആവശ്യമായിരിക്കും. പക്ഷേ ആ നയം നടപ്പാക്കുന്നതിൽ അസാധാരണമായ വൈദഗ്ധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോയത്. ഇത് സൂചിപ്പിക്കുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിന് ശേഷം ഇവിടെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കാലഘട്ടത്തിൽ 2016 നോട്ട് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ശബ്ദം നമുക്ക് അന്ന് പാർലമെൻറ്റിൽ കേൾക്കാമായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഇത് തനി കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ്. ആ രീതിയിൽ ശക്തമായ പ്രതികരണം പിന്നീട് വന്ന ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നിലയിലുള്ള കഴിവാണ് എടുത്തു കാണിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ ഭരണകാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ രാജ്യം നടപ്പാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അതൊരു കാരണവശാലും തൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ എന്ന പേരിൽ അറിയപ്പെടാതിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇവിടെ നടപ്പാക്കുന്ന കാര്യങ്ങളെല്ലാം രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടണമെന്നാണ്. ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ അറിയപ്പെടണം എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഈ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഉള്ളത് എന്നതുകൊണ്ട് ഞാൻ ഈ സമയത്ത് അത് സൂചിപ്പിക്കുകയാണ്. ആളുകളുടെ പേരിൽ അറിയപ്പെടുന്നതിനും അപ്പുറത്ത് ഒരു രാജ്യത്തിൻ്റെ പേരിൽ, ഒരു കാലഘട്ടത്തിൻ്റെ പേരിൽ ആ രാജ്യം നടപ്പാക്കിയ നയങ്ങളെക്കുറിച്ച് രാജ്യവും ലോകവും അറിയണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ലോകമാകെ ബഹുമാനിച്ച, ആദരിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ കാലത്തെ ഭരണത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ രാജ്യത്ത് നടക്കുമ്പോഴും ഏറ്റവും ഒരു നിശബ്ദമായ പ്രവർത്തനത്തിലൂടെ തൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, തൻ്റെ രാജ്യത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയുള്ള ഏറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആ വലിയ മനുഷ്യൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ബന്ധപ്പെട്ടവരുടെ എല്ലാം കുടുംബാംഗങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെ എല്ലാം വേദനയിൽ പങ്കാളി ആയിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട എല്ലാ സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ദേശീയ നേതാവും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു രക്ഷകൻ എന്ന് വിളിച്ചാൽ തെറ്റില്ല. കാരണം അതിനു മുമ്പുള്ള കാലഘട്ടം അദ്ദേഹം 91 ഫൈനാൻസ് മിനിസ്റ്ററായി വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ കരുതൽ ശേഖരം പണയം വെച്ച് ഒരു രക്ഷയില്ലാതെ നമ്മൾ മേലോട്ട് നോക്കി നിന്ന ഒരു സമയത്താണ് 91 ശ്രീ മൻമോഹൻ സിംഗ് ഫൈനാൻസ് മിനിസ്റ്ററായി വരുന്നത്. സാന്ദർഭികമായി ആ സമയത്താണ് ഇവിടെ കർണാടക മിനിസ്റ്റർ വന്ന് ഞങ്ങൾക്ക് മന്ത്രിസഭയിലുണ്ടായത്. ഒരു ഫൈനാൻസ് മിനിസ്റ്റർ എന്നുള്ള നിലക്ക് അന്ന് ശ്രീ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സമ്പദ്ഘടന തകർന്ന് തരിപ്പണമായി ഒരു ക്ലോസ്ഡായിട്ടുള്ള, ഇന്നിപ്പോൾ നോർത്ത് കൊറിയ മാതിരിയുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകുമായിരുന്നു. അതില്ലാതെ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്തി ധീരമായി മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. ഞങ്ങൾ ഇവിടെയൊക്കെ വലിയ അഡ്വൈസും അതുപോലെ തന്നെ വലിയ സഹായമാണ്. കർണാടക മിനിസ്ട്രിയുടെ കാലത്ത് കേരളത്തിലുണ്ടായ വലിയ ഡെവലപ്മെൻറ്റൊക്കെ വാസ്തവത്തിൽ വലിയ ഹെൽപ്പാണ് അദ്ദേഹത്തിൻ്റെ അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ അവർക്ക് അത് കഴിഞ്ഞ് 2001 ആൻ്റണി ഗവൺമെൻറ് വന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്ത് ഓപ്പോസിഷൻ ലീഡറാണ്. അന്ന് നമ്മളിവിടെ ക്ഷണിച്ചു കൊടുത്ത് അഡ്വൈസ് വാങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്. അന്നാണ് അദ്ദേഹം എമർജിങ് കേരള നടത്താനും, അന്ന് നടത്താനില്ല, അതൊരു വലിയ സംഭവമായിരുന്നു. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുക എന്നല്ലാതെ നിങ്ങൾക്കൊരു രക്ഷയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഇനീഷ്യൽ. അതിൻ്റെ ഒരുപാട് അനന്തര ഫലങ്ങൾ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതിൻ്റെ കാരണമൊക്കെ ആ ഓപ്പനിങ്ങാണ്. ഒരു ക്ലോസ്ഡ് എക്കണമിയായി തകർന്നു പോകുമായിരുന്ന ഒരു വലിയ രാജ്യത്തെ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാർസൈറ്റും കഴിവുമാണ് ഒരു പക്ഷേ തകരാതെ നോക്കിയത്. സമ്പത്ത് ഉണ്ടാക്കി സമ്പത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അനവധി നിയമങ്ങൾ, അപ്പോൾ എത്ര പരിഷ്കാരങ്ങളാണ് ഒരു വലിയ ലിസ്റ്റുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ധന ഡിസ്ട്രിബ്യൂഷൻ
ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, മൈനോറിറ്റി സച്ചാർ കമ്മീഷനൊക്കെ അദ്ദേഹത്തിൻ്റെ സമയത്ത് വന്ന ഐഡിയാസാണ്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും എത്തണം എന്നുള്ള നിലയിൽ സമ്പത്തുണ്ടാക്കി സമ്പത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത, ഇന്ത്യയെ ഒരു പതനത്തിൽ നിന്ന് രക്ഷിച്ച ഒരു സാമ്പത്തിക വിദഗ്ധൻ, അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, അതൊക്കെയായിരുന്നു അദ്ദേഹം. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരക്ഷരം ഇങ്ങോട്ട് മിണ്ടാതെ കേൾക്കുകയും അത് കഴിഞ്ഞ് ഫോണെടുത്ത് ബന്ധപ്പെട്ട മന്ത്രിയെ വിളിച്ചത് ചെയ്തു കൊടുക്കാൻ പറയുകയും ചെയ്യുന്ന വലിയ ലിബറലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എടുത്ത ഒരു പ്രൈം മിനിസ്റ്റർ, ധനകാര്യമന്ത്രിയും പ്രൈം മിനിസ്റ്ററുമായിരുന്നു അദ്ദേഹം എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം രാജ്യത്തിന് വലിയ നഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വലിയ നഷ്ടമാണ്, പ്രത്യേകിച്ച് കേരളത്തിനും. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ, കേരളത്തിന് ഒരുപാട് മന്ത്രിസഭാ പ്രാതിനിധ്യം കിട്ടിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനത്തെ വളരെ ഇന്ത്യയെ ഒരു തകർച്ചയിൽ നിന്ന് രക്ഷിച്ച് ഒരു നിലയിലെത്തിച്ച ഒരു പ്രൈം മിനിസ്റ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തു പോയ, പിന്നീട് വരുന്ന എല്ലാവരും അതേ സാമ്പത്തിക പരിഷ്കാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എതിർപ്പ് താത്വികമായി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലോകം പോണ വഴിക്ക് നമ്മൾ പോയില്ലായിരുന്നെങ്കിൽ എന്താ കഥ? അപ്പോൾ ആ ഒരു നിലയിൽ മൻമോഹൻ സിംഗ് എന്നും സ്മരിക്കപ്പെടും. ഈ വിയോഗത്തിൽ ഞാനും എല്ലാവരോടൊപ്പം ചേരുകയാണ്. സർ, മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ അങ്ങും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും എല്ലാം രേഖപ്പെടുത്തിയ വികാരത്തോട് ഞാൻ യോജിക്കുക. മൻമോഹൻ സിംഗ് മാറ്റങ്ങളുടെ ഒരു നായകനായിരുന്നു. സംസിദ്ധമായ ജീവിതത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു. വിഭജനത്തിന് മുമ്പുള്ള പഞ്ചാബിൽ ജനിച്ച് വാണിജ്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക ഉപദേഷ്ടാവും UGC അധ്യക്ഷനും കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രിയുമായും എല്ലാം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന് മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി. ലോകം മുഴുവനും ഇന്ത്യയുടെ പുതിയ നയം ഉച്ചത്തിൽ വ്യക്തമായി കേൾക്കട്ടെ. ഇന്ത്യ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു. നമ്മൾ ജയിക്കും. പ്രതിസന്ധികൾ മറികടക്കും. തൻ്റെ കന്നി ബജറ്റ് പ്രസംഗത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കുകളാണിത്. അത് വെറുതെയല്ല എന്ന് കാലം തെളിയിച്ചു. വിമർശനങ്ങളെ തള്ളി ഇന്ത്യ ലോക നിലവാര സൂചികയിലേക്ക് ഉയർന്നപ്പോൾ അതിന് കരുത്തായി നിന്ന ക്രാന്തിദർശിയാണ് നമുക്ക് നഷ്ടമായത്. റിസർവ് ബാങ്ക് ഗവർണർ, ധനകാര്യ സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷൻ, ധനമന്ത്രി തുടങ്ങി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ നിർവചിക്കുന്ന തന്ത്രപരമായ സ്ഥാനങ്ങളിലിരുന്ന അനുഭവ പരിചയമാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയത്. മുൻ പ്രധാനമന്ത്രി എന്നതിലുപരി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോളതലത്തിലെത്തിച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധനെന്നാകും ചരിത്രം മൻമോഹൻ സിംഗിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ സാമ്പത്തിക വിദഗ്ധനായാണ് അദ്ദേഹത്തെ വിലയിരുത്തുക. ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം വളരെ ശോഷിച്ചിരുന്ന സമയത്താണ് റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി നരസിംഹറാവു 91 ധനകാര്യമന്ത്രിയാക്കുന്നത്. ആഗോള എണ്ണവില കുതിച്ചുയരുകയും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് വായ്പയ്ക്കായി കരുതൽ സ്വർണം പോലും പണയം വെക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തപ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രി എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ രാജ്യത്തെ വീണ്ടെടുത്തു. ലൈസൻസ് രാജിന് അറുതി വരുത്തി, കയറ്റുമതി സബ്സിഡി നിർത്തി, രൂപയുടെ മൂല്യം താഴ്ത്തിയാണ് തീരുമാനമെടുത്തത്. ഇത് പരസ്പരം മത്സരിക്കുന്ന തരത്തിലേക്ക് വ്യവസായ മേഖലയെ മാറ്റി. അതുവഴി രാജ്യം പുതിയ ഉയരത്തിലേക്ക് ചുവടുവെച്ചു. ഇടത് പിന്തുണയോടെ 2004 UPA സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സൗമ്യനായ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പേരെടുത്തു. തുടർച്ചയായി 10 വർഷം രണ്ടാം UPA സർക്കാരിനെതിരെ വ്യാപക വിമർശനം ഉയർന്നെങ്കിലും ആരും മൻമോഹനെ അതിന് കുറ്റപ്പെടുത്തിയില്ല. ഇക്കാലയളവിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യസുരക്ഷാ പദ്ധതി, വിവരാവകാശ നിയമം തുടങ്ങിയ ഒട്ടേറെ ക്ഷേമ പരിപാടികൾ മൻമോഹൻ സിംഗ് മന്ത്രിസഭ ആവിഷ്കരിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷമാണ് രാഷ്ട്രീയത്തിലെത്തുന്നത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം അധികാരം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി പദത്തിന് വീണ്ടും എത്തുന്ന പ്രധാനമന്ത്രിയായി കൂടിയാണ് സിംഗിനെ അറിയപ്പെടുക. എൻ്റെ നേതാവ് ആരാധനായ KM മാണി സാറുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തി കൂടിയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണറായിരുന്നപ്പോൾ കേരളത്തിൻ്റെ ധനമന്ത്രിയായിരുന്നു ശ്രീ KM മാണി. പല സാമ്പത്തിക തീരുമാനങ്ങളും കേരളത്തിന് അനുകൂലമായ രീതിയിൽ എത്തിക്കാൻ ഈ ഊഷ്മള ബന്ധത്തിന് സാധിച്ചു. 2003 കാലഘട്ടത്തിൽ തിരുവനന്തപുരം VJT ഹാളിൽ നടന്ന ചടങ്ങിൽ മാണിസാർ എഴുതിയ അധ്വാനവർഗ സിദ്ധാന്തവും രാഷ്ട്രീയ സാമ്പത്തിക പഠനങ്ങളും എന്ന പുസ്തകം പ്രകാശനം ചെയ്തതും ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന് ഞാൻ സ്മരിക്കുന്നു. ധനമന്ത്രിയായും പ്രധാനമന്ത്രിയായും രാഷ്ട്രനിർമ്മാണത്തിന് ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിവേകത്തിനും വൈവിധ്യത്തിനും സാക്ഷ്യപത്രങ്ങളാണ്.
അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം എൻ്റെ പാർട്ടിക്കും അതോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഈ തരുണത്തിൽ അറിയിക്കട്ടെ. സർ, ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് സുസ്ഥിര വികസന സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് നേതൃത്വം നൽകിയ ഭരണാധികാരിയായിരുന്നു ആദരണീയനായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തകർച്ചയുടെ നടുക്കുഴിയിലകപ്പെട്ടിരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കരുത്തു പകർന്നുകൊണ്ട് രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ, രാജ്യത്തിന് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കുന്നതിൽ നിർണായകമായ പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. വലിയൊരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ മുന്നോട്ട് പോയപ്പോൾ അത് വളരെ ബാലൻസ്ഡായി രാജ്യത്തെ പിടിച്ചു നിർത്തുന്നതിൽ നിർണായകമായ പങ്കാണ് മുൻ പ്രധാനമന്ത്രി വഹിച്ചിട്ടുള്ളത്. രാജ്യത്ത് നടപ്പാക്കിയ നിരവധിയായ പുതിയ പദ്ധതികൾ നമ്മുടെ മറ്റ് നേതാക്കളെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ ബിൽ, കുഞ്ഞുങ്ങൾക്കുള്ള പോഷകാഹാരം, ആദിവാസി വനാവകാശ, ഇങ്ങനെ നിരവധിയായ പുതിയ കർമ്മപരിപാടികൾ രാജ്യത്ത് കൊണ്ടുവരുവാൻ കഴിഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായൊരു കാലഘട്ടമാക്കിയാണ് മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും. ഇന്ന് കേരളത്തിൽ നടക്കുന്ന നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ നിലയിൽ നടപ്പാക്കുന്നതിന് തുടക്കം കുറിക്കാൻ അതിനൊരു ബാക്ക് ബോൺ യഥാർത്ഥത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തെ വളർച്ചയിലേക്ക് നയിക്കുന്നതിനും പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുവാനും ധീരമായ നേതൃത്വം നൽകിയ, എന്നാൽ ശാന്തമായ പക്വമായ ബഹളങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ ശ്രമിച്ച, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വ വീക്ഷണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്തെ കെട്ടുറപ്പോടെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞ ഭരണാധികാരി എന്ന നിലയിൽ, ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ സംഭാവനകളാണ് നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിട്ടുള്ളത്. അതെല്ലാം പവിത്രതയോടെ ഞാനിവിടെ സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് രാജ്യത്തിനുണ്ടാക്കിയിട്ടുള്ള നഷ്ടവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ള വേദനയിലും പങ്കുചേരുന്നു. ഞാനും എൻ്റെ പാർട്ടിയും അനുശോചനം രേഖപ്പെടുത്തുന്നു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും പറഞ്ഞ കാര്യങ്ങളോട് ഞാനും യോജിക്കുകയാണ്. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അതിലേറ്റവും പ്രധാനമായി 1991 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ ധനകാര്യമന്ത്രിയും 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും എന്ന താക്കോൽ സ്ഥാനങ്ങൾ ഈ രാജ്യത്ത് വഹിച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. സാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 91 ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നടപ്പാക്കിയിരുന്ന സാമ്പത്തിക നയങ്ങളിലൊരു വ്യതിയാനം, രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ദീർഘനാളുകൾ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു നയം 91 അവതരിപ്പിക്കുകയുണ്ടായി. സാർ, ആ നയങ്ങൾ അവതരിപ്പിച്ചത് മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ബുദ്ധിയിൽ ഉദിച്ച നയങ്ങൾ എന്ന അർത്ഥത്തിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും തന്നെ ആ കാലഘട്ടത്തിൽ എതിർപ്പുകളുണ്ടായി. പക്ഷെ പിന്നീട് ആ പാർട്ടി, കോൺഗ്രസ് പാർട്ടി, അദ്ദേഹത്തിൻ്റെ നയങ്ങളെ പാർട്ടിയുടെ നയങ്ങളായും സർക്കാരിൻ്റെ നയങ്ങളായും സ്വീകരിച്ച് നടപ്പിലാക്കുന്ന സ്ഥിതി നാം കാണുകയുണ്ടായി. സാർ, ആ നയങ്ങളുടെ ഗുണദോഷങ്ങളെ സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് ചരമോപചാരത്തിൽ പോകുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. പക്ഷെ നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, മൂലധന ശക്തികൾക്ക് അനുകൂലമായ സഹായകമായ ആഗോളീകരണ നയങ്ങൾ നടപ്പാക്കാതിരുന്ന രാജ്യങ്ങളും സാമ്പത്തിക ശക്തികളായി ഈ ലോകത്ത് ഉയർന്നു വന്നു എന്ന വസ്തുത നാം വിസ്മരിക്കുന്നു. ഞാനിതിൽ കാണുന്ന പോസിറ്റീവായുള്ള കാര്യം, തൻ്റെ ബോധ്യത്തോട് 100% നീതി പുലർത്തുവാൻ ശ്രമിച്ച ഒരു ഭരണാധികാരിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ആ നയങ്ങളുടെ ഗുണദോഷങ്ങളുടെ ചർച്ചയിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. പിന്നീട് വന്ന BJPയുടെ ഗവൺമെൻറ്റും അതേ നയങ്ങൾ തന്നെ കൂടുതൽ തീവ്രമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതിൻ്റെ എന്തൊക്കെ ഇമ്പാക്റ്റാണ്
രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്ന ഒരു കാര്യത്തിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് താൻ കണ്ടെത്തിയ കാര്യങ്ങൾ, ബോധ്യപ്പെട്ട കാര്യങ്ങൾ നിർഭയമായി നടപ്പിലാക്കുവാനുള്ള ആർജവം പ്രകടിപ്പിച്ച ഒരു ഭരണാധികാരി എന്ന രീതിയിൽ അദ്ദേഹത്തെ ചരിത്രം ഓർക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഒരു നിശ്ചയദാർഢ്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നിരവധി അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോപണം ഉണ്ടാകുമ്പോൾ പോലും വ്യക്തിപരമായി മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയെ ആ ആരോപണങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല എന്നതും നാം പ്രത്യേകമായി ഓർക്കണം. അവിടെ പരാമർശിക്കപ്പെടേണ്ടുന്ന പ്രത്യേകമായ ഒരു കാര്യം, ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ പോലും തികഞ്ഞ വിനയവും കുലീനമായ പെരുമാറ്റവും കൊണ്ട് വളരെ ശ്രദ്ധേയമായൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മൻമോഹൻ സിംഗ് മാറിയിരുന്നു. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയോടൊപ്പം അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കുവാൻ എനിക്ക് ഒരവസരം കിട്ടി, നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടി. കേരളത്തിലെ ഒരു സാധാരണ മന്ത്രിയോട് അദ്ദേഹം കാട്ടിയ ഒരു ആതിഥ്യ മര്യാദ, ഒരു പെരുമാറ്റ രീതി എന്നെയൊക്കെ അതിശയിപ്പിച്ചു. എത്ര ചെറിയ ആളുകളോട് പോലും വളരെ പ്രാധാന്യത്തോടുകൂടി, വളരെ മര്യാദയോടുകൂടി, മാന്യതയോടുകൂടി പെരുമാറാനുള്ള വിശാലമായൊരു മനസ്സ്, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അറിവും അദ്ദേഹത്തിൻ്റെ ഉന്നത സ്ഥാനവും ഒന്നും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മാന്യതയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിനയത്തിന് കോട്ടമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞൊരു വ്യക്തിത്വമായി മൻമോഹൻ സിംഗിനെ ഞാൻ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ഗവൺമെൻറ്റിന് ശേഷം NDA ഗവൺമെൻറ് വന്നതിന് ശേഷം അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധേയമായ പ്രസംഗങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ചില നടപടികൾക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പര്യാപ്തമായിട്ടുണ്ട് എന്നതിനാണ് എൻ്റെ വിശ്വാസം. രാജ്യത്തെ 10 വർഷക്കാലം പ്രധാനമന്ത്രിയായി, അതിനു മുമ്പ് ധനകാര്യമന്ത്രിയായും മറ്റ് പദവികളിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി വ്യത്യസ്തമായ നിലപാടുകളെടുത്ത് രാജ്യത്തെ നയിച്ച ഒരു വ്യക്തിയായി മൻമോഹൻ സിംഗ് എന്നും സ്മരിക്കപ്പെടും. പ്രത്യേകിച്ച് സ്വാർത്ഥതയില്ലാതെ തികഞ്ഞ വിനയത്തോടുകൂടി മാന്യമായി കുലീനമായി പെരുമാറുന്ന ഒരു ഭരണാധികാരിയായി അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കും. സർ, അങ്ങും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇവിടെ പങ്കുവച്ച അഭിപ്രായങ്ങളോട് പൂർണ്ണമായും യോജിക്കുകയാണ്. ജനാധിപത്യം നൽകിയ ആ വലിയ പദവികളിൽ പുലർത്തേണ്ട രാഷ്ട്രീയ പക്വതയും കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ഒക്കെ മുന്നോട്ട് വെച്ച ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഡോക്ടർ സിംഗ്. അദ്ദേഹം പ്രധാനമന്ത്രിയായി വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര മുഖമായി അദ്ദേഹം ഉയർന്നു നിന്നിരുന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുതയുമാണ്. അക്കാഡമിക് രംഗങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും സംഭാവനകളും ഏറെ ഓർമ്മിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഫാക്കൽറ്റി എന്ന നിലയിൽ, ഭരണകർത്താവ് എന്ന നിലയോടൊപ്പം തന്നെ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്ന രംഗങ്ങൾ തന്നെയാണ് അക്കാഡമിക് രംഗങ്ങൾ അദ്ദേഹത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത്. സാർ, നാടിൻ്റെ പുരോഗതിക്കും അതിനുവേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളും രാജ്യത്തിൻ്റെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം എന്ന ലക്ഷ്യത്തോടെ നീങ്ങിയിരുന്നു എന്നതാണ്. അതാണ് ഇവിടെ പ്രതിപാദിച്ച ഒട്ടനവധി പ്രധാനപ്പെട്ട ലെജിസ്ലേഷൻസ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. ഭക്ഷ്യഭദ്രതാ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, വിവരാവകാശ നിയമം, ഒപ്പം തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള തൊഴിലുറപ്പ് പദ്ധതി, ഇതെല്ലാം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ഒരു മേഖലയിലേക്കുള്ള സാമൂഹ്യ നീതി എന്ന നിലയിലാണ്. കാരണം ഭക്ഷണം ഒരു വ്യക്തിക്ക് അവകാശമാക്കുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യമായി നമ്മുടെ ഭാരതം മാറുന്നു എന്നുള്ളതായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ എല്ലാ തലങ്ങളിലും സാമ്പത്തിക ഭദ്രത രാജ്യത്തിൻ്റെ വിദൂര ഗ്രാമങ്ങളിൽ അതിൻ്റെ ഗുണഫലങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ അനുഭവിക്കുവാൻ കഴിയുന്നു ഒട്ടനവധി വ്യക്തികളിലേക്ക് എന്നുള്ളത് ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. സർ, അദ്ദേഹം ഇവിടെ എല്ലാവരും പ്രതിപാദിച്ചതുപോലെ വളരെ ശാന്തമായ സമീപനത്തിൻ്റെ ഉടമയായിരുന്നു. ഉന്നത പദവികളിൽ അദ്ദേഹം എന്നും അദ്ദേഹത്തിൻ്റേതായ ഒരു കുലീനത അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു. കേരളത്തോട് എന്നും അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ മമതയും കരുതലുമൊക്കെ ഇവിടെ സ്മരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വേർപാട് രാജ്യത്തിന് വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖവും അനുശോചനവും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. ശ്രീ
ശ്രീ തോമസ് കെ തോമസ്. സാർ, പ്രിയങ്കരനായ പ്രധാനമന്ത്രി പാവപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഈ സഭയിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. സാർ, ജനഹൃദയങ്ങളിൽ, പാവപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു നമ്മുടെ ഒരു മുദ്രാവാക്യം പോലെ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്നത് പോലെ പ്രിയങ്കരനായ നമ്മുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പാവപ്പെട്ടവരുടെ ഹൃദയങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ആദരണീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. ആർക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരു പ്രധാനമന്ത്രി. ഞാനിന്ന് ഓർക്കുന്നു അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഒച്ചയെടുത്ത് സംസാരിക്കാത്ത ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അന്ന് പത്രങ്ങളിലൂടെ വന്നത്, ഒച്ചയിൽ സംസാരിക്കുന്നതല്ല ഒരു പ്രധാനമന്ത്രിയുടെ ദൗത്യം, നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സാർ, അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. എനിക്ക് അദ്ദേഹത്തെ കാണുവാൻ സാധിച്ചത് ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശരത് പവാർജിയുടെ വീട്ടിൽ വെച്ച് ഞങ്ങളൊരു മീറ്റിങ്ങിലിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ വരുവാനായിട്ടിടയായി ഡൽഹിയിൽ. അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗിനെ നേരിട്ട് കാണുവാനായിട്ട് സാധിച്ചത്. സാർ, ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ജനഹൃദയങ്ങളിൽ, പാവപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക ക്ലേശമില്ലാതെ നയിക്കുവാൻ തക്കോണം അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ അത് ഇന്നും നിലനിൽക്കുന്നു. അതാണ് നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം ഞാനും എൻ്റെ പാർട്ടിയും രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ഔദ്യോഗിക ജീവിതം നയിച്ചതിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ്. അദ്ദേഹം ചെറുപ്പം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയോ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയോ ചെയ്ത ആളല്ല. പക്ഷേ ഭാരതത്തിലെ സാധാരണക്കാരൻ്റെ വികാരങ്ങളെ ഉൾക്കൊണ്ട ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ ഒരു പുതിയ സാമ്പത്തിക ശക്തിയായി മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം കൈവരിച്ച ഒരു പുതിയ വെളിച്ചത്തിലേക്ക് ഇന്ത്യയെ നയിച്ച പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. ധനകാര്യമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം പദവികൾ വഹിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയെ സുരക്ഷിതമായ നിലയിൽ എത്തിക്കുന്നതിനുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹം ധാരാളമായി കൊണ്ടുവന്നു. അതിൽ പല പരിഷ്കാരങ്ങളോടും രാഷ്ട്രീയമായി യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ, ഇവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ പല രാജ്യങ്ങളും സാമ്പത്തികമായി തകർന്നടിയുമ്പോൾ ഭാരതത്തെ പിടിച്ചു നിർത്താൻ, ഇന്ത്യയെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെന്ന് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ കണ്ടുവരുന്നൊരു സാമ്പത്തിക ശാസ്ത്രം, ഇന്ന് കണ്ടുവരുന്നൊരു സാമ്പത്തിക ശാസ്ത്രം കോടീശ്വരന്മാരെ ശതകോടീശ്വരന്മാരാക്കുകയും അതേസമയം ദരിദ്രരെ പരമദരിദ്രരാക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കുന്നതൊപ്പം പാവങ്ങളെ കൂടി കരുതിയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യസുരക്ഷാ പദ്ധതി. അത്തരം പദ്ധതികളിലൂടെ ഗ്രാമങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് രാജ്യത്തിൻ്റെ സമ്പത്ത് എത്തുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ അത്തരം ആശയങ്ങൾ രാജ്യത്തിന്, ലോകത്തിനും മാതൃകയായി മാറിയ ആശയങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെയും വളരെ മാന്യതയോടെയും പെരുമാറുന്ന വ്യക്തിയാണ്. മാത്യു ടി തോമസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഒരു സംസ്ഥാന മന്ത്രിയോടെന്നല്ല, ഒരു MLA യോടാണെങ്കിൽ പോലും, ആരോടാണെങ്കിലും, ഒരു ജനപ്രതിനിധിയോട്, പൊതുപ്രവർത്തകനോട്, സാറിനാണ് ഏറ്റവും മാന്യതയോടെ പെരുമാറുന്ന ഒരു വ്യക്തി. അദ്ദേഹമായിട്ട് അടുത്ത് കാണാനും സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അമിതമായി ഒന്നും സംസാരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഒരു വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ലാളിത്യം നമുക്ക് ഫീൽ ചെയ്യും. നമ്മളടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒന്നും വലിയ കാര്യമായിട്ടും സംസാരിക്കത്തില്ല, പക്ഷേ എന്നാലും നമ്മളോട് കുശലം പറയുന്നതിനല്ല, നമ്മളോട് പെരുമാറുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ എളിമ, ആ ഒരു ലാളിത്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അദ്ദേഹത്തിന് അരികിലെത്തുമ്പോൾ. അത്തരത്തിലൊരു നല്ല വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കൈവരിച്ച ലാളിത്യം, സുതാര്യത, ലളിത ജീവിതം. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ 10 വർഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മാതൃകയാക്കിയ ലളിതമായ ജീവിതമുണ്ട്. അത് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. വളരെ ലളിതമായി ഒരു ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ, ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ പദവിയിലിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പുലർത്തിയ ലാളിത്യം, സുതാര്യത, അതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം കൊണ്ടുവന്ന വിവരാവകാശ നിയമം. ഭരണരംഗത്ത് ഭരണത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് സുതാര്യമായി അറിയാൻ,
അതിൻ്റെ സുതാര്യത, അഴിമതിരഹിതമായൊരു ഭരണത്തിന് വേണ്ടിയുള്ള സുതാര്യതയ്ക്ക് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ചൊരാശയമാണ് വിവരാവകാശ നിയമം. ഇത്തരത്തിലുള്ള വലിയ ആശയങ്ങൾ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, ജനാധിപത്യ രംഗത്തിലും അതുപോലെ സാധാരണക്കാരുടെ ജീവിതത്തിലും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മളെല്ലാവരും ശ്രദ്ധയോടെ ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കൈവരിച്ച ലാളിത്യം നമുക്ക് മാതൃകയാകട്ടെ എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുന്നു. ശ്രീരാമേന്ദ്രൻ കടന്നപ്പള്ളി. സർ, ബഹുമാനപ്പെട്ട അങ്ങ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് ബഹുമാന അംഗങ്ങളും രേഖപ്പെടുത്തിയ അനുശോചന വചസ്സുകൾ നമ്മൾ കേട്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലക്ക് രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ ദീപ്തമായ ഒരു വ്യക്തിത്വം, സാമ്പത്തിക പാണ്ഡിത്യത്തിൻ്റെ പ്രഭവ ചൈതന്യം പ്രകാശിതമാക്കിയ നിലപാടുകൾ. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം അധികാരത്തിലിരുന്ന് വീണ്ടും അതേ പദവിയിൽ തിരിച്ചെത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവും പ്രധാനമന്ത്രിയും. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുടെ വിശദീകരിച്ചത് ഞാൻ ആവർത്തിക്കുന്നു. ചരിത്രമുറങ്ങുന്ന പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ അന്ന് പാർലമെൻറ്റ് അംഗമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു അന്തർദേശീയ തലത്തിലുള്ള സെമിനാറിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനിടയായി. വാസ്തവത്തിൽ പാണ്ഡിത്യത്തിൻ്റെ അലംഘനീയമായ ചൈതന്യം അതെല്ലാം തന്നെ ഒഴുകി വരികയായിരുന്നു. അത് കേൾക്കാനേ കഴിഞ്ഞുള്ളൂ, വാസ്തവത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം അത്രയേറെ പണ്ഡിത പ്രാമുഖ്യമുള്ളതായിരുന്നു. അങ്ങനെ ഏത് വേദികളിലും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയാം. റിസർവ് ബാങ്കിൻ്റെ ഗവർണറും IMF-ൽ അംഗവുമൊക്കെയായി ഒരുപാട് പരിചയത്തിൻ്റെ അകമ്പടി സേവിച്ചിട്ടുള്ള അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു എന്നത് മറ്റു വസ്തുതയാണ്. ആഗോളവൽക്കരണവും ധാരവൽക്കരണവും അദ്ദേഹത്തിൻ്റെ അനുബന്ധമായി ഇടതും വലതും നിൽക്കുന്ന 2 നയങ്ങളായി. അതിൻ്റെ ഗുണവും ദോഷവും അതിൻ്റെ ആനുകൂല്യങ്ങളും എതിർപ്പുകളൊക്കെ നമ്മൾ കേട്ടതാണ്. ഏതായിരുന്നാലും അത് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക കരുത്തിനും ശക്തിക്കും എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഒരു ആമുഖം നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് മറ്റൊരു വസ്തുതയാണ്. അങ്ങനെ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചത് അടിസ്ഥാനപരമായ വസ്തുതകളുടെയും സാമ്പത്തിക തത്വശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആയിരുന്നു എന്ന് പിന്നീട് ഇന്ത്യയും ലോകവും മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയൊരു മഹാവ്യക്തിയുടെ ധന്യമായ ജീവിതം, ബഹുമുഖമായ ജീവിതം, അത് നഷ്ടമായത് വാസ്തവത്തിൽ നമുക്ക് ചിന്തനീയമായ കാര്യമാണ്. പ്രോജ്വലിക്കുന്ന മൻമോഹൻ സിംഗിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിനയഭരിതനായി ഞാൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീ KP മോഹനൻ. സർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാണ് എന്ന് മാത്രമല്ല രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു സർ. PV നരസിംഹറാവുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സർ രാഷ്ട്രീയ രംഗത്തേക്ക് അദ്ദേഹം വരുന്നത്. രാഷ്ട്രീയത്തിൽ എത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. സാമ്പത്തിക രംഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചിന്തയും കാര്യങ്ങളും പ്രവർത്തനങ്ങളും. തൻ്റെ താല്പര്യവും നരസിംഹറാവുവിൻ്റെ പിന്തുണയും ഒരുമിച്ചപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചത് മികച്ച ഒരു രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധനെയായിരുന്നു. നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് വാതിൽ തുറന്ന ധനകാര്യ വിദഗ്ധനും കോൺഗ്രസ് നേതാവുമായിരുന്നു അദ്ദേഹം. സാമ്പത്തിക വിദഗ്ധരിൽ നിന്ന് രാഷ്ട്രീയ നേതാവുമായുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വളർച്ചയും വഴികളും ഇന്ത്യയുടെ സാമ്പത്തിക രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു അദ്ദേഹം. ഉദാരീകരണം, സ്വകാര്യവൽക്കരണം എന്നീ നയങ്ങളിലൂടെയാണ് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ പരമ്പരാഗത പാതയിൽ നിന്ന് വഴിമാറ്റിയത്. സർ, സിംഗ് സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മുൻകാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നത സമിതികളിൽ അംഗമായിരുന്നു പ്രവർത്തിച്ചിരുന്നു. സർ,
മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവും റിസർവ് ബാങ്ക് ഗവർണർ, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ എന്നീ നിലകളിലൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ അത് ഇന്നും നമ്മളൊക്കെ തന്നെ നന്നായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സർ. അത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു. അതൊക്കെ തന്നെ ഇന്ന് സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായിട്ട് വരുത്തിക്കുന്ന രൂപത്തിലേക്കായിരുന്നു. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുമ്പോൾ വളരെ എളിമയോടുകൂടി കാര്യങ്ങൾ കേട്ടുകൊണ്ട് അതിന് പരിഹാരം കാണുന്നത് ഉടൻ തന്നെ ഉണ്ടാവുക എന്ന നിലയിലേക്ക് പോയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്കൊക്കെ തന്നെ കൂടുതൽ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റങ്ങളും അതുപോലെ തന്നെ ഭരണാധികാരി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്കൊക്കെ തന്നെ കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ ആന്റണി രാജു. സർ, പഞ്ചാബ് സർവകലാശാലയിൽ സീനിയർ ലെക്ചററായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് പ്രധാനമന്ത്രി, ധനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, RBI ഗവർണർ, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, UGC അധ്യക്ഷൻ തുടങ്ങി ലഭിച്ച എല്ലാ പദവികളും തൻ്റെ ശേഷി വിന്യസിപ്പിക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. സാർ, രാജ്യത്തിൻ്റെ ഒന്നാം നിര സാമ്പത്തിക വിദഗ്ധൻ എന്ന പരിവേഷത്തോടെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും പ്രധാനമന്ത്രി പദവി വരെ എത്തുകയും ചെയ്ത ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. സാർ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ പ്രഗത്ഭനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായി വിലയിരുത്തപ്പെടുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ശ്രീ അഹമ്മദ് ദേവർ കോവിൽ. സർ, അങ്ങും ബഹുമാനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് യോജിക്കുന്നു. അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിൽ 1932 സെപ്റ്റംബർ 26 ജനനം. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് 1962 സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടുകയുണ്ടായി. പഞ്ചാബ് സർവകലാശാലയിൽ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലും അധ്യാപകനായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1971 കേന്ദ്ര വാണിജ്യ കമ്മീഷൻ്റെ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി. തുടർന്ന് ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ എന്നീ പദവികളും വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1991-96 വർഷത്തിൽ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി. ഈ കാലഘട്ടത്തിലാണ് സമഗ്ര സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലപാടുകളിൽ വിയോജിപ്പുള്ളവർക്ക് പോലും സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആ സമന്വയത്തിൻ്റെ പാതയിൽ പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 1991 മുതൽ ഇന്ത്യൻ രാജ്യസഭാ അംഗമായി പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. 1998-ലും 2004-ലും ഇടയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിക്കാനും സാധിച്ചു. 2004 മെയ് 22 അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. 2009 രണ്ടാമതും പ്രധാനമന്ത്രിയാകാനുള്ള അവസരം അദ്ദേഹത്തെ തേടിയെത്തി. 2004 മുതലുള്ള 10 വർഷങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ വലിയ വളർച്ചയുണ്ടാക്കി. 7.7% വളർച്ചയാണ് രേഖപ്പെടുത്തപ്പെട്ടത്. പൗരന്മാർക്ക് ഭക്ഷണത്തിനുള്ള നിയമപരമായ അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം, വിവരാവകാശം, തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ ബില്ലുകൾ ഇക്കാലയളവിൽ പാസാക്കി. ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളുടെ അടിത്തറയും സമർപ്പണ ബോധവും പൊതുപ്രവർത്തകർക്ക് മാതൃക തന്നെയാണ്. എളിമയും മൃദുവുമായ പെരുമാറ്റം കൊണ്ട് ഇന്ത്യയുടെ കുതിച്ചുകാട്ടങ്ങൾക്ക് കാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ലോകം മുഴുവൻ സാമ്പത്തിക മന്ദത്തിൽപ്പെട്ടപ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ജനാധിപത്യ ബോധത്തോടെ പുരോഗമന ആശയങ്ങൾ നടപ്പിലാക്കിയ നല്ലൊരു ഭരണാധികാരി എന്ന നിലക്ക് അദ്ദേഹം എന്നും സ്മരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാനും എൻ്റെ പാർട്ടിയും ദുഃഖം രേഖപ്പെടുത്തുന്നു. ശ്രീ മാണി സി കാപ്പൻ. അന്തരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ കക്ഷി നേതാക്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നു. വ്യക്തമായ വീക്ഷണങ്ങളിലൂടെയും ധാരണകളിലൂടെയും ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു മൻമോഹൻ സിംഗിൻ്റേത്. എനിക്ക് ജീവിതത്തിൽ ആകെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തെ കാണാൻ. ഞാനും ശ്രീ KP ഉണ്ണികൃഷ്ണൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ
7 പേര് അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നു. അപ്പം 6 കസേര മുമ്പിൽ കിടക്കുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ പ്രധാനമന്ത്രി എഴുന്നേറ്റ് പോയി ഒരു കസേര എടുത്തുകൊണ്ട് വന്നു. ഞാൻ ചോദിച്ചു, സാർ യു എനിബഡി ഹു കംസ് ടു മൈ റൂം ആർ മൈ ഗേൾസ് ബി സീറ്റഡ്. അത്ര എളിമയുടെ ഒരു പര്യായം ഒരു MP-യും MLA-യും പോലും അല്ലാത്ത എനിക്ക് അന്ന് തന്നു എന്ന് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അന്തരിച്ച മഹത് വ്യക്തിയോടുള്ള ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം.